വികേസനബ ഇപ്പോൾ ഇലക്ഷൻ ചൂടിലാണല്ലോ. ഇപ്പോൾ വനിതാ സംവരണം നിയമമായ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ വനിതകൾക്ക് എത്ര പ്രാതിനിധ്യം എന്ന ചർച്ചയിലാണ് ഈ പരിപാടി എപ്പോഴും തുടങ്ങുന്നത്. ഇപ്പോൾ CPM അതിനൊരു മാതൃക കാണിക്കേണ്ടതായിരുന്നു. അങ്ങനെ മാതൃക ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. വനിതാ സംവരണം നടപ്പായി എന്ന് പറയാൻ പറ്റില്ലല്ലോ. വനിതാ സംവരണ ബില്ല് നിയമമായി, പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള റൂൾസോ അതുപോലെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളോ ഒന്നും പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. വനിതാ സംവരണം ഒരു 10 വർഷത്തേക്കെങ്കിലും ഇനി നടപ്പാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല. പക്ഷേ CPM ആണ് മാതൃക കാണിക്കേണ്ടതെന്ന് പറയുമ്പോഴും CPM ആണ് അല്പമെങ്കിലും ഇപ്പം മാതൃക കാണിച്ചിട്ടുള്ളത്. 15 സീറ്റിൽ 2 പേരെ വനിതകളെ കേരളത്തിൽ മത്സരിപ്പിച്ചിട്ടുള്ളത് CPM ആണ്. ഇടതുപക്ഷ മുന്നണിയിൽ 3 പേര് മത്സരിക്കുന്നുണ്ട്. CPIയും ഒരു വനിതയാണ് നിർത്തിയിട്ടുള്ളത് വയനാട്ടിൽ. അപ്പോൾ മാതൃക കാണിക്കേണ്ടത് അല്ല, സംവരണം പൂർത്തിയായി എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മലപ്പുറം പോലൊരു മണ്ഡലത്തിൽ PK സനബ ഇവിടെ തട്ടമിടാണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ അഹമ്മദിനെ പോലുള്ള ശക്തനായ നേതാക്കളോട് മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണത് സാധ്യമാകുന്നത്? മലപ്പുറത്ത് പ്രത്യേകിച്ച് തട്ടമിടാതെ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. ലക്ഷ്മിക്കും കുറച്ച് പറയാനുണ്ടാവും. അതല്ല, തട്ടം എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. വസ്ത്രധാരണം എന്നുള്ളത് ഇന്ത്യയിൽ വസ്ത്രസ്വാതന്ത്ര്യം ഉണ്ടല്ലോ. നമ്മൾ കാലാവസ്ഥക്കനുസരിച്ച് നമ്മളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതൊരു വിമർശനമൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. കാരണം എല്ലാവരും ഒരേ ധാരയിലൂടെ നടക്കുമ്പോൾ വേറൊരാൾ കുറച്ച് വഴി തെറ്റി നടക്കുമ്പോൾ ആ ധാര മാറിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റേതായിട്ടുള്ള ചർച്ചകൾ വരും. പക്ഷേ ഞാൻ കാണുന്നത് എനിക്കിഷ്ടമുള്ളൊരു വസ്ത്രം, അത് എനിക്ക് കാലാവസ്ഥക്കും എൻ്റെ സൗകര്യത്തിനും അനുസരിച്ച് ധരിക്കാൻ പറ്റുന്നൊരു വസ്ത്രം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് അല്ലെങ്കിൽ അതൊരു അങ്ങനെയുള്ളൊരു കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത്. ഇപ്പോൾ സമസ്തയുടെ നേതാക്കൾ പ്രതികരിക്കുന്നുണ്ട്. ഇപ്പോൾ തട്ടം വിവാദം ഉണ്ടായല്ലോ. BP സുഹ്ര തട്ടം ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു പ്രതിഷേധത്തിലേക്ക് കടന്നു. അതിനു മുമ്പ് തട്ടമിടാതെ നടക്കുന്ന സ്ത്രീകൾ മോശക്കാരികളാണെന്നുള്ള പ്രതികരണം വന്നു. ഇതിങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ CPM അന്ന് അനിൽകുമാർ പറഞ്ഞത് തെറ്റിദ്ധരിക്കപ്പെട്ടു. തട്ടമിടാതെ സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം പാർട്ടി ഉണ്ടാക്കി. അത് പറഞ്ഞ് തട്ടമിടാതിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ അത് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങളുണ്ട്. അതല്ല, അതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾക്കകത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇടപെടേണ്ട കാര്യമില്ല. അത് പൊളിറ്റിക്സേ അല്ല. പൊളിറ്റിക്സ് വേറൊരു മാനമുള്ളതാണ്. മറ്റത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. അത് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും രാഷ്ട്രീയവും കൂട്ടി കലർത്തേണ്ട യാതൊരു കാര്യവുമില്ല. തട്ടമിടുന്നവർക്ക് അതിട്ട് നടക്കാം. പക്ഷേ ഇടാത്ത ആളുകളെ ആക്ഷേപിക്കുന്നതും ശരിയല്ല, ഇടാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ഇടാൻ അനുവദിക്കാതിരിക്കുന്നതും ശരിയല്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ വലിയ പ്രക്ഷോഭത്തിലേക്കൊക്കെ പോകേണ്ടി വരുന്നത്.